പിന്നെ പ്രശാന്തേ, ഞാൻ വന്നത് എടാ ഇതൊരു 10,000 രൂപ ഉണ്ട്. അതായത് എനിക്ക് കിട്ടുമ്പോ ഞാൻ ഈ 10,000 വെച്ച് കൊണ്ട് തരാം. നീ ഇതിനെ കൂട്ടി വെച്ചിട്ട് ഒരു 3 ലക്ഷം രൂപ ആകുമ്പോൾ ഞാൻ വന്ന് വാങ്ങാം. ഇതറിയോ, എനിക്കൊരു ചെറിയ ബിസിനസ് എന്തെങ്കിലും തുടങ്ങാൻ വേണ്ടിയാണ്. അതിനൊക്കെ ഇത് ഒരു അക്കൗണ്ട് എടുത്തിട്ടേ ഏതെങ്കിലും ബാങ്കിൽ ഇട്ടാ പോരെ? എടേ, ബാങ്കിൽ ഇടുന്നത് ഭയങ്കര തൊല്ലയാണ്. ഇത് സംഭവം എന്ന് വെച്ചാൽ അവിടെ ഫോം ഫില്ല് ചെയ്യണം, പിന്നെ ക്യൂവിൽ നിൽക്കണം. അതൊക്കെ മെനക്കെടുക്കുക. അത് ഇതാകുമ്പോൾ നിന്റെ എനിക്ക് വിശ്വാസം ഉണ്ടല്ലോ. നീ ആകുമ്പോൾ എനിക്കൊരു തൃപ്തിയാണ്. അതുകൊണ്ടാണ് നിന്റെ കൊണ്ട് തന്നത്. നിങ്ങൾക്കത് തൃപ്തിയാണെങ്കിൽ നാഫിലൊക്കെ കുഴപ്പമില്ല, ഞാൻ കൊണ്ട് തന്നാൽ ഞാൻ വെച്ചോളാം. ഓക്കെ കേട്ടോ. അപ്പം ഞാൻ അടുത്ത പൈസ കിട്ടുമ്പോൾ ഞാൻ വരാം. ഓക്കെ കേട്ടോ. ഞാൻ വീട്ടിലോട്ട് വരായിരുന്നു. എന്തേ? അല്ല, അന്ന് ഞാൻ മറ്റേ പൈസ ഇതും കൂടെ ആകുമ്പോൾ 28 പ്രാവശ്യമായി. 28 പ്രാവശ്യം. ഓക്കെ, അപ്പോൾ ഓക്കെ കേട്ടോ. ഞാൻ ബൈ. ഓക്കെ. 28 പിന്നെ 2 പ്രാവശ്യം കൂടെ കൊടുത്തപ്പോൾ 30, അതായത് 3 ലക്ഷം രൂപ ആയി. ഇനി എന്തെങ്കിലും നല്ലൊരു ബിസിനസ് ചെയ്യണം. എന്തായാലും പ്രശാന്തിൻ്റെ വീട്ടിൽ പോയി പൈസ ചോദിക്കാം. പ്രശാന്ത് അവിടെ കാണും. മോനെ, അമ്മയുടെ അടുത്ത് പോയിട്ടെ ഒരു ചായ ഇട്ട് വാങ്ങിച്ചുണ്ടോ? പോ. പ്രശാന്തേ, നിന്റെ അമ്മാവനാണ് ഞാൻ, മോനല്ല. പോയിട്ട് നീ കല്യാണം കഴിച്ചിട്ടില്ല, പിന്നെ ഏത് ഭാര്യ മോനും? നിനക്കൊട്ടും കുറവില്ലടേ. ഇത് എന്തോന്ന് അവസ്ഥയുടെ ഇത്? പ്രശാന്ത്, എന്താടാ ഇത്? എടാ മോനെ, യാതടാ ഈ പിച്ചക്കാരൻ, ഇറക്കി വിടറായിരുന്നു വീട്ടിന്റെ വെളിയിൽ ഈ തെണ്ടിയെ. എന്റെ പൊന്നെ, എന്റെ പൈസ പോയി. എടാ, നിന്റെ സുഹൃത്താടാ ഞാൻ. മാമനായ ഇയാളെ വരാ മോനെ എന്നാണ് വിളിക്കണം. പിന്നെ നിങ്ങളെങ്ങനെ മനസ്സിലാവും? എന്താണ് അവനെ പറ്റിയത്? അവനൊരു ആക്സിഡന്റ് പറ്റി. അതിനുശേഷം ഓർമ്മയും പിണ്ണാക്കൊന്നുമില്ല. ആരെയും തിരിച്ചറിഞ്ഞൂടാ. അന്ന് അവൻ പറഞ്ഞാണ് ബാങ്കിൽ കൊണ്ടിടാനും. പൈസയും പോയി, എല്ലാം.